ഹലോ ഫ്രണ്ട്സ്, ഇന്നേ ഒരു കുക്കിംഗ് വീഡിയോ ആണേ. കുക്കിംഗ് വീഡിയോ എന്ന് പറയേണ്ട കാര്യമില്ല. ചീനിയും മുളകുമന്തിയും ഉണക്കമീനും കട്ടൻ ചായയും. എന്താ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ചീനി പുഴുങ്ങി മുളകുമന്തിയും ഉണക്കമീനും ഒക്കെ ആയിട്ട് കഴിക്കാൻ ഇങ്ങനെ വിചാരിച്ചേ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത്. ചീനി അല്ലാതെ വേവിക്കുന്നത് ഇഷ്ടമാണ്. വേവിക്കുമ്പോൾ പിന്നെ ഇച്ചിരി എന്താ പറയുക, മുളക് ചാറൊക്കെ കൂട്ടി അത് വേവിച്ച് കഴിക്കുന്ന വേറെ ഫീൽ. പക്ഷേ പുഴുങ്ങി കഴിക്കുമ്പോൾ അത് വേറെ ഫീൽ. അതുകൊണ്ട് ഇച്ചിരി ചീനി പുഴുകാമെന്ന് വിചാരിച്ചേ. അത് തന്നെയല്ല, ഇന്ന് വേറെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ 100 സബ്സ്ക്രൈബേഴ്സായി. 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആയില്ലേ, ആ ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇച്ചിരി ചീനിയൊക്കെ പുഴുങ്ങി മുളകുമന്തിയും പിന്നെ ഉണക്കമീനൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചീനിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മുളകുമന്തിക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. കാരണം ഇവിടെ ഇച്ചിരി കാന്താരിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ കാന്താരിയൊക്കെ വെച്ച് ഇച്ചിരി മുളകുമന്തി അടയ്ക്കാമെന്നുള്ള ധാരണയിലാട്ടോ ഞാനിരിക്കുന്നത്. അപ്പോൾ കാന്താരി ഇവിടെ പിടിച്ചതൊന്നുമല്ല കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. കാന്താരി ചോറ് കൊടുക്കുക, ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ഉണക്കമീനൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാവേ. അപ്പോൾ ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അപ്പോഴാണ് കേട്ടോ നമ്മുടെ ചീനി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിയിലേക്ക് ശകലം ഉപ്പ് ഇടാം. എന്നാലേ ആ കഷ്ണങ്ങളിലൊക്കെ എല്ലാം ഉപ്പ് പിടിക്കത്തോടെ. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ആവശ്യമായ ചമ്മന്തിക്ക് ആവശ്യമായ പിഴുപുളിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലല്ലേ ആ ഒരു ചമ്മന്തി ആ ഒരു പരുവായി കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് അതെല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സാധാരണ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാവേ. അല്ലെങ്കിൽ നാട്ടുകാർ എന്തോ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്പൂൺ കൊണ്ടാക്കി കേട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്താണ്ട് നമ്മുടെ മുളകുമന്തി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ചീനി ഒന്ന് ഊറ്റിയേക്കാം. ചീനി നന്നായിട്ട് വെന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചീനി ഒന്ന് ഊറ്റി വെച്ചേക്കാവേ. ഈ ഉണക്കമീൻ ഞാൻ കാട്ടിൽ അമ്പലത്തിപ്പോയപ്പോൾ വാങ്ങിച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം കേട്ടോ ഉണക്കമീൻ. അത് ഉണ്ടാക്കുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അതിന് വിടാം. പക്ഷേ നമുക്ക് ഉണക്കമീൻ വൃത്തിയാക്കി അതൊന്ന് ക്ലീനൊക്കെ ആക്കി എടുത്ത് വെച്ച് നമുക്ക് അരപ്പൊക്കെ പുരട്ടി അതൊന്ന് വറക്കാനുള്ള സെറ്റപ്പ് നോക്കാവേ. അപ്പോൾ ഗൈസ്, നമുക്കതൊന്ന് നന്നായി വെട്ടി തേച്ച് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിന് അരപ്പൊക്കെ തേച്ച് വറക്കാനായിട്ട് വെക്കണമേ. അപ്പോൾ അതിനുള്ള ആവശ്യമായ പൊടികളെല്ലാം എടുക്കുക. ശകലം മുളക് പൊടിയും ശകലം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും ശകലം വെളിച്ചെണ്ണയും കൂടെ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഈ എന്താ പറയുക അരപ്പ് മീനകത്ത് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് വേണം അത് നന്നായിട്ട് അരപ്പ് തേച്ച് മീനകത്ത് പിടിപ്പിക്കാൻ. അല്ല സ്പൂൺ വെച്ച് നോക്കിയാൽ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ച് നമുക്കിനി ഇത് വറക്കാൻ വെക്കാവേ. ഇനി പാൻ അടപ്പയിൽ വെച്ചിട്ട് അതിനകത്ത് ശകലം വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് വെച്ച് നമ്മൾ വറക്കാനുള്ള ഉണക്കമീനും കൂടെ അതിനകത്തോട്ട് ഇടുവാണേ. എന്നിട്ട് അത് നന്നായിട്ട് വറുത്ത് നല്ല രീതിയിൽ മുരിഞ്ഞൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ടേക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇത് മറ്റേ ചീനിയും ഉണക്കമീനും പിന്നെ കാന്താരി മുളകും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാവേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.